ഹായ് എല്ലാവർക്കും നമസ്കാരം. ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആൻഡ് UNO, ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ UNOയെ കുറിച്ചും അതുപോലെ ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോളമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് പ്ലേലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക. അപ്പം ഇനി പറയാനുള്ളത് HSA പേപ്പർ 1 ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് HSA പേപ്പർ 1 വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ടെലഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. HSA പേപ്പർ 1 എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള ക്ലാസ്സുകളായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. 1 ഇയർ ആണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് 500 രൂപ എന്ന് പറയുന്നത്. ഈ 500 രൂപയ്ക്ക് പുറമെ വേറൊരു ഫീസും ഈ ഒരു ക്ലാസ്സിന് നമ്മൾ ഈടാക്കുന്നില്ല. അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ HSA പേപ്പർ 1 കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളിതിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീട്ടമ്മമാർക്കായാലും അതുപോലെ വർക്കേഴ്സിനായാലും സൗകര്യമാകുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു മിഷനിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കി ക്ലാസ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൻ്റെ നോട്ട്സ് നമ്മൾ ഗ്രൂപ്പ് വഴി തന്നെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഗ്രൂപ്പ് വഴി നമ്മൾ നോട്ട്സുകൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ക്ലാസ്സുകൾ, ആഴ്ചയിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ കഴിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ അതിൽ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ 500 രൂപ. ഒരു വർഷത്തേക്കാണ് 500 രൂപ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകാർക്കും കോമൺ ആയിട്ടുള്ളൊരു പേപ്പറാണ് HSA പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകാർക്കും ഇതിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ബാച്ചുകളായി തിരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിലെ താൽക്കാലികമായിട്ടുള്ള അംഗമായിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യമാണ്. 2011 UN രക്ഷാസമിതിയിലുള്ള താൽക്കാലിക അംഗമായിട്ടുള്ള ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 7ാമത്തെ തവണയാണ് 2011 ഇന്ത്യ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ട് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടുന്ന 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകുന്നത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടുന്നത്. അതിന് നമുക്കറിയാം UNO സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1945 UNO സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒക്ടോബർ 24 UNO സ്ഥാപിതമാകുന്നത്. അതിനുശേഷം 6 വർഷത്തിന് ശേഷം 1945 ഒക്ടോബർ 30 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വം നേടുന്നത്. ഇനി ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടിൽ ഒപ്പുവെച്ചിട്ടുള്ള വ്യക്തിയാണ് സർ രാമസ്വാമി മുതലിയാർ. ആരാണ്? സർ രാമസ്വാമി മുതലിയാർ. ഇന്ത്യക്ക് വേണ്ടി 1945 UN ചാർട്ടറിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് സർ രാമസ്വാമി മുതലിയാർ. UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന
ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശശി തരൂർ ആണ്. ഓക്കെ, UNOയിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ശശി തരൂർ ആണ്. UN സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശശി തരൂർ. UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത, നോക്കുക, UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓക്കെ, വിജയലക്ഷ്മി പണ്ഡിറ്റാണ് UN പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത. ഇനി ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മാതാ അമൃതാനന്ദമയി. മാതാ അമൃതാനന്ദമയിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ സംസാരിച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ അംഗമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 30-നാണ്. ഇനി ആദ്യമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ചത് ആരാണ്? AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ചത്. ഓക്കെ, ഇനി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മഹീന്ദ്ര രാജപക്സെ. മഹീന്ദ്ര രാജപക്സെയാണ് പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ സംസാരിച്ച അല്ലെങ്കിൽ തമിഴിൽ പ്രസംഗിച്ച നേതാവ് എന്ന് പറയുന്നത്. ഇനി ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡിട്ട വ്യക്തി ആരാണ്? VK കൃഷ്ണമേനോൻ. ആരാണ്? ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡിട്ട വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. UN പൊതുസഭയിൽ പ്രസംഗിക്കുക വഴി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് യുഗരത്ന ശ്രീവാസ്ത. ആരാണ്? യുഗരത്ന ശ്രീവാസ്ത. UN പൊതുസഭയിൽ പ്രസംഗിക്കുക വഴി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് യുഗരത്ന ശ്രീവാസ്ത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ച് റെക്കോർഡിട്ട വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞു. അദ്ദേഹം കാശ്മീർ പ്രശ്നത്തെക്കുറിച്ചാണ് അതിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത്. 1957-ലാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ 8 മണിക്കൂർ ദീർഘമേറിയ പ്രസംഗം നടത്തിയത്. നോട്ട് ചെയ്ത് വെക്കുക, 1957-ലാണ് പ്രസംഗം നടത്തുന്നത്. ഏതായിരുന്നു വിഷയം? കാശ്മീർ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം UNOയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഭാരതീയ വനിത ആരാണ്? ലോക ആരോഗ്യ സംഘടനയുടെ WHO ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഭാരതീയ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ഓക്കെ, രാജ്കുമാരി അമൃത് കൗർ ആണ്. ആരാണ് അവർ? ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഭാരതീയ വനിതയാണ്. ഇനി യുഎനിൽ പാടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംഗീതജ്ഞ ആരാണ്? യുഎനിൽ പാടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മി. ഇനി ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത. ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കിരൺ ബേദിയാണ്. കിരൺ ബേദിയാണ് ഐക്യരാഷ്ട്രസഭയുടെ സിവിലിയൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇനി ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളി. ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന മലയാളിയാണ് ശശി തരൂർ. UN സെക്രട്ടറി ജനറലിന്റെ സ്റ്റാഫ് മേധാവിയായി നിയമിതനായ മലയാളി വിജയ് K നമ്പ്യാർ. UN സെക്രട്ടറി ജനറലിന്റെ സ്റ്റാഫ് മേധാവിയായി നിയമിതനായ മലയാളിയാണ് വിജയ് K നമ്പ്യാർ. UN പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം ഏതാണ്? ലെഗെ രഹോ മുന്നാഭായ്. എന്താണ്? ലെഗെ രഹോ മുന്നാഭായ് എന്നുള്ളതാണ് UN പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം എന്ന് പറയുന്നത്. ഇനി നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? സെയ്ദ് അക്ബറുദ്ദീൻ ആണ് നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്നത്. ഇനി പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷണൽ ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സേവനത്തിനായുള്ള യുണൈറ്റഡ് നാഷണൽ ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യുണൈറ്റഡ് നാഷൻസ് പബ്ലിക് അവാർഡ് 2017 ലഭിച്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. യുണൈറ്റഡ് നാഷൻസ് പബ്ലിക് അവാർഡ് 2017 നേടിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ആരായിരുന്നു? മമതാ ബാനർജിയാണ്.
ഇനി അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ, അതായത് ITU, ഇതിൻ്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ ITU എന്ന് പറയുന്ന ടേം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഒരു പക്ഷേ UNA-യുടെ എന്താ പറയുക, UNA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളാണ് അല്ലെങ്കിൽ അനുബന്ധ ഏജൻസികളാണ് ഈ പറയുന്ന ITU-യും അതുപോലെ UPN, ILO, FAO തുടങ്ങിയിട്ടുള്ള ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ITU എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫോം കൂടി പഠിച്ചു വെക്കുക. ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു ടേം കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം ആദ്യത്തേത് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയനാണ്. ITU എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്നുള്ളതാണ്. എന്താണ്? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ എന്നുള്ളതാണ്. അത് സ്ഥാപിതമായിട്ടുള്ളത് 1865 മെയ് 17-നാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയിലാണ്. ഓക്കെ, ജനീവയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമായിട്ടുള്ളത്? എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമായിട്ടുള്ളത്. ഒരിക്കൽ കൂടി, എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ സ്ഥാപിതമായിട്ടുള്ളത്. ഇനി അടുത്തതാണ് അന്താരാഷ്ട്ര തപാൽ സമിതി എന്ന് പറയുന്നത്. UPN, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന് പറയുന്നത്. എന്താണ്? അന്താരാഷ്ട്ര തപാൽ സമിതി. അത് സ്ഥാപിതമാകുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് 1874-ലാണ്. 1874 ഒക്ടോബർ 9-നാണ് അന്താരാഷ്ട്ര തപാൽ സമിതി നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒക്ടോബർ 9 ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഒക്ടോബർ 9 എന്താണ്? ലോക തപാൽ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 9 അന്താരാഷ്ട്ര തപാൽ സമിതി സ്ഥാപിതമാകുന്നത് 1874 ഒക്ടോബർ 9-നാണ്. ഓക്കെ, ഇനി അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയിട്ടുള്ള വർഷമാണ് 1948. കാരണം നമുക്കറിയാം 1945-ലാണ് UNA ഫോം ചെയ്യുന്നത്. അപ്പം ഈ അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയിട്ട് മാറുന്നത് 1948-ലാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേണിലാണ്. സ്വിറ്റ്സർലാൻഡിലുള്ള ബേണിലാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഔദ്യോഗിക ഭാഷ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഫ്രഞ്ചാണ്. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ILO എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. 1919-ലാണ് ഇത് നിലവിൽ വരുന്നത്. ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ അംഗസംഖ്യ 187 പേരാണുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി കൂടിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി നോട്ട് ചെയ്ത് വെക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 1919-ലാണ് നിലവിൽ വരുന്നത്. ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ട്രിപ്പാർട്ടീറ്റ് സ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസി കൂടിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്ന് പറയുന്നത്. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു ഏജൻസിയാണ്, UNA-യുടെ ഒരേ ഒരു ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ, ഈ ത്രികക്ഷി ഭരണ സംവിധാനത്തിലെ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും ഉണ്ട്, അതുപോലെ തൊഴിൽ ദാതാവുമുണ്ട്, തൊഴിലാളിയുമുണ്ട്. ഇവർ 3 പേരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്രികക്ഷി ഭരണ സംവിധാനം എന്ന് പറയുന്നത്. അപ്പം UNA-യുടെ ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. 1919-ലാണ് അത് നിലവിൽ വരുന്നത്. ജനീവയിലാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1946-ലാണ്. എന്താണ്? 1946-ലാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത്. അതുകൂടാതെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് 1969-ലാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് 1969-ലാണ് ലഭിക്കുന്നത്. അതിൻ്റെ ആപ്തവാക്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ഒന്നുകൂടി, ഇഫ് യു ഡിസയർ പീസ്, നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ
കൾട്ടിവേറ്റ് ജസ്റ്റിസ്, ജസ്റ്റിസ് കൾട്ടിവേറ്റ് ചെയ്യുക, ജസ്റ്റിസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഭക്ഷ്യ കാർഷിക സംഘടന, മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. 1945 ഒക്ടോബർ 16 ഇത് നിലവിൽ വരുന്നത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് റോമിലാണ്. അപ്പം ഈ ഒരു നിലവിൽ വന്ന ദിനത്തിൻ്റെ ഒക്ടോബർ 16 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ലോക ഭക്ഷ്യദിനമായിട്ട് നമ്മൾ ഒക്ടോബർ 16 ആചരിക്കുന്നത്. അപ്പോൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഒക്ടോബർ 9 ലോക തപാൽ ദിനം, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഓക്കെ, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസി കൂടിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്നത്. എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതിൻ്റെ വർഷം തന്നെ നമുക്കറിയാം 1945 ഒക്ടോബർ 16 അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസി കൂടിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ FAOയുടെ നിലവിലുള്ള ഡയറക്ടർ എന്ന് പറയുന്നത് ജോസ് ഗ്രാസിയാനോ ഡി സിൽവയാണ് അതിൻ്റെ ഇപ്പോഴുള്ള ഡയറക്ടർ എന്ന് പറയുന്നത്. ജോസ് ഗ്രാസിയാനോ ഡി സിൽവ ഇവരാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു അനുബന്ധ ഏജൻസികളെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില അനുബന്ധ ഏജൻസികളുണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. യുനെസ്കോ, അതുപോലെ അന്താരാഷ്ട്ര നാണയനിധി, IMF, ലോക ബാങ്ക് തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ പാർട്ട് 3 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മുന്നുള്ള വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് HSC സോഷ്യൽ സയൻസിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റിനകത്തുള്ള ഓൾമോസ്റ്റ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻ ക്ലാസ്സുകളുടെ വിവരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ HSI പേപ്പർ 1ൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയായി. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് തൊട്ട് മുന്നായിരിക്കും രജിസ്ട്രേഷൻ ഫീസൊക്കെ പേ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഫീസൊന്നും പേ ചെയ്യുന്നില്ല. ക്ലാസ്സുകളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് പെയ്ഡ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം ക്ലാസ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിലൂടെ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ എന്നതിനെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്